സഞ്ചാരത്തിൽ പലതവണ കണ്ടിട്ടുള്ള ഈ എയർപോർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കണ്ടാൽ യൂറോപ്പിലെ ഏതെങ്കിലും എയർപോർട്ടാണെന്ന് തോന്നും. അല്ലെങ്കിൽ അതിവികസിതമായ ഏതെങ്കിലും ഒരു രാജ്യത്തെ എയർപോർട്ടിന്റെ ഫീലാണ്. എന്നാൽ ആഫ്രിക്കയിലെ ഒരു എയർപോർട്ടാണിത്. എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിലെ ഇന്റർനാഷണൽ എയർപോർട്ട്. രാവിലെ ഇവിടെ വന്നിറങ്ങിയതേയുള്ളൂ. സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത വിമാനത്തിൽ കയറാനായി നടക്കുകയാണ്. ധാരാളം യാത്രക്കാരുണ്ട്. വിക്ടോറിയ ഫാൾസിലേക്ക് 8:30 വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടത്. അത് A7 ഗേറ്റിലാണെന്ന് ബോർഡിലുണ്ട്. 7:15 ഇപ്പോൾ നേരം. നിരവധി നല്ല റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ, സുവനീർ കടകൾ, കൂടാതെ ഇത്തരം ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും. ഇതുവഴി കടന്നുപോകുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് മദ്യമടക്കം വിദേശ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന വിശാലമായ ഷോപ്പുകൾ. ടെർമിനലിന്റെ വലിയൊരു ഏരിയ മുഴുവൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ്. മറ്റു പല രാജ്യങ്ങളിലേതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് പല ഉൽപ്പന്നങ്ങൾക്കും ഇവിടെ. ഞാൻ നടന്ന് A7 ഗേറ്റിലേക്കെത്തുമ്പോൾ വിമാനത്തിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങിയിരിക്കുന്നു. 3 രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സിംബാബ്വെ, ബോട്സ്വാന, നമീബിയ എന്നിവയാണ് ആ രാജ്യങ്ങൾ. സഞ്ചാരത്തിന്റെ ഒരു സംഘവുമൊത്താണ് യാത്ര. അവരും കൂടെയുണ്ട്. ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ 2ാമത്തെ ട്രിപ്പാണിത്. 4 രാജ്യങ്ങളിലേക്കാണ് സംഘത്തിന്റെ യാത്ര. ഞാനതിൽ 3 രാജ്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ എന്ന് മാത്രം. എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിലാണ് യാത്ര. ആഫ്രിക്കയിലെ ഏതു രാജ്യത്തേക്കും യാത്ര ചെയ്യാൻ ഇന്ത്യക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദം എത്യോപ്യൻ എയർലൈൻസ് ആണ്. ഇന്ത്യയിൽ മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അവരുടെ സർവീസുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. സഞ്ചാരം സംഘം വിമാനത്തിനകത്ത് കയറിക്കഴിഞ്ഞു. ഞാനും അകത്തേക്കു കയറി. നല്ലൊരു എയർലൈനാണ് എത്യോപ്യൻ എയർലൈൻസ്. സമയനിഷ്ഠ പാലിക്കുന്ന എയർലൈൻ. കയറി വന്ന ഉടനെ ആളുകൾക്ക് പാനീയങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. ജ്യൂസ് വേണ്ടവർക്ക് അത്, ഷാമ്പെയിൻ വേണ്ടവർക്ക് ഷാമ്പെയിൻ. അതൊക്കെ എയർ ഹോസ്റ്റസുമാർ കൃത്യമായി ഒഴിച്ചു കൊടുക്കുന്നു. ട്രഡീഷണൽ എത്യോപ്യൻ വസ്ത്രം ധരിച്ച എയർ ഹോസ്റ്റസുമാരും മോഡേൺ വസ്ത്രം ധരിച്ചവരുമുണ്ട്. ഞാൻ രാത്രി നന്നായി ഒന്ന് ഉറങ്ങിത്തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞിരിക്കുന്നു. വിമാനം പുറപ്പെടുന്നതിന് മുന്നോടിയായി സുരക്ഷാ അറിയിപ്പുകൾ വീഡിയോ ആയി സ്ക്രീനിൽ തെളിഞ്ഞു. മുമ്പത്തെ പോലെ എയർ ഹോസ്റ്റസുമാർ വന്നു നിന്ന് അഭിനയിച്ചു കാണിക്കുന്ന പരിപാടി ഇപ്പോഴില്ല. കൃത്യസമയത്ത് തന്നെ വിമാനം നീങ്ങിത്തുടങ്ങി. പുറത്ത് എത്യോപ്യൻ എയർലൈൻസിന്റെ വേറെയും വിമാനങ്ങൾ കാണാം. വൈറ്റ് ബോഡി എയർക്രാഫ്റ്റുകളടക്കം 150-ലേറെ വിമാനങ്ങളുള്ള വമ്പനൊരു ഫ്ലീറ്റാണ് എത്യോപ്യൻ എയർലൈൻസിനുള്ളത്. ഇപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും മോഡേണായ എയർലൈൻ സംവിധാനം എത്യോപ്യൻ എയർലൈൻസിന്റേതാണ്. ദീർഘമായ യാത്രയാണ്. മുംബൈയിൽ നിന്നും 6 മണിക്കൂറോളം യാത്ര ചെയ്താണ് അഡിസ് അബാബയിലെത്തിയത്. ഇനിയും ഒരു 4.5 മണിക്കൂർ പറന്നു വേണം വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെത്താൻ. അഡിസ് അബാബയിൽ നിന്ന് തെക്കു ദിശയിലാണ് പോകേണ്ടത്. റൺവേയിലേക്ക് കയറിയ വിമാനം കുതിച്ചു പാഞ്ഞു തുടങ്ങി. പച്ചപ്പിന്റെ മനോഹരമായ ഒരു പ്രദേശമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ബോലെ എന്ന പ്രദേശമാണിത്. എയർപോർട്ടിന് സമീപം വരെ നഗരമിങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് കാണാം. വിമാനം പറന്നുയരുമ്പോൾ അഡിസ് അബാബയുടെ പ്രാന്തപ്രദേശങ്ങളുടെ കാഴ്ച മുന്നിലെത്തുന്നു. നേരം 8 മണിയായെങ്കിലും നേർത്ത ഒരു മൂടൽമഞ്ഞിലൂടെയാണ് നഗരം കാണാവുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് എത്യോപ്യ. അഡിസ് അബാബയാകട്ടെ ഏറെ ഇഷ്ടമുള്ള ഒരു നഗരവും. ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ അതിവേഗം വളരുന്ന നഗരമാണിത്. ഇപ്പോൾ എത്യോപ്യൻ തലസ്ഥാനത്തിന്റെ അത്ര സമ്പന്നമൊന്നുമല്ലാത്ത പ്രദേശങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. കുറെ കൂടി മുകളിലേക്കെത്തുന്നതോടെ താഴത്തെ കാഴ്ചകൾ പയ്യെ മറഞ്ഞു തുടങ്ങുന്നുണ്ട്. എങ്കിലും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളുടെ ആ നഗരക്കാഴ്ച ഞാൻ കുറെ നേരം കൂടി കണ്ടിരുന്നു. ആധുനികതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പട്ടണമാണ് അഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയന്റെ ഒക്കെ ആസ്ഥാനമുള്ള നഗരം. അഡിസ് അബാബയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് അക്കാക്കി തടാകവും കടന്ന് വിമാനം പറക്കുകയാണ്.
സഹയാത്രികരിൽ ചിലർ ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ദീർഘയാത്ര ചെയ്ത് അഡിസ് അബാബയിലെത്തി വിമാനം മാറിക്കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നവരാണ് മിക്കവരും. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണിതരുമാണ്. ഇത് രാജു കുര്യൻ, കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ. ഇരുവരും സഞ്ചാരത്തിന്റെ സംഘത്തിലുള്ളവരാണ്. സഞ്ചാരത്തിന്റെ 38 അംഗ സംഘമാണ് ഈ ആഫ്രിക്കൻ ടൂറിലുള്ളത്. വിമാനം തെക്കോട്ട് പറക്കുന്നത് സ്ക്രീനിൽ ഇടയ്ക്കിടെ തെളിയുന്നുണ്ട്. അതങ്ങനെ കണ്ടിരിക്കുക എനിക്കിഷ്ടമാണ്. ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നതിനാൽ താഴെയുള്ള ആഫ്രിക്കൻ ഭൂമിയുടെ കാഴ്ച കിട്ടുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം സാൽമൺ മത്സ്യം, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എത്യോപ്യൻ വിഭവമായ ഇഞ്ചര എന്ന ഒരുതരം ദോശയും ദോറോവാത് എന്ന കോഴിക്കറിയും, തിപ്സ് എന്നു പേരുള്ള ബീഫ് കറിയുമുണ്ട്. കണ്ടാൽ നമ്മുടെ മസാല ദോശ തുറന്നു വെച്ചതുപോലുണ്ട്. രുചികരമായ വിഭവങ്ങൾ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനം ഇപ്പോൾ കെനിയയ്ക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. ഒരു ഭാഗത്ത് ടാൻസാനിയ, മറ്റൊരു ഭാഗത്ത് റുവാണ്ടയും ബറൂണ്ടിയുമൊക്കെ. കെനിയയുടെ വരണ്ട ഭൂമി താഴെ കാണാം. ഞാൻ പുറത്തെയും സ്ക്രീനിലെയും കാഴ്ചകൾ മാറി മാറി അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞുണരുമ്പോൾ വിമാനം വിക്ടോറിയ ഫാൾസ് സിറ്റിയുടെ മുകളിലേക്ക് എത്താറായിരിക്കുന്നു. താഴെ വരണ്ട ഭൂമി തന്നെയാണ്. എന്നോ ഒഴുകിയിരുന്ന നദികളുണ്ടാക്കിയ രേഖകൾ ഭൂമിയുടെ ഞരമ്പുകൾ പോലെ കാണാം. വിമാനം വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെ എയർപോർട്ടിലേക്ക് താഴാൻ ഒരുങ്ങുകയാണെന്ന അറിയിപ്പ് വന്നു. ഉറക്കത്തിലായിരുന്നവരൊക്കെ എണീറ്റു. വിമാനം കുറച്ചുകൂടി താഴ്ന്നപ്പോൾ സിംബാബ്വേയുടെ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ ദൃശ്യമായി തുടങ്ങി. ചെറുവീടുകളുടെ നിരകൾ, ചെറുമരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, നേർരേഖ പോലെയുള്ള പാതകൾ. വിക്ടോറിയ ഫാൾസ് സിറ്റിയുടെ പരിസര പ്രദേശങ്ങളാണിത്. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് എയർപോർട്ട്. നഗരത്തിന്റെ ആകാശത്ത് ഒന്ന് വട്ടം കറങ്ങി വിമാനം ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. സാംബിയ, സിംബാബ്വെ, നമീബിയ, ബോട്സ്വാന, ഈ 4 രാജ്യങ്ങളുടെ സംഗമസ്ഥാനമാണ് വിക്ടോറിയ ഫാൾസ് എന്ന ലോകാത്ഭുതത്തിന് സമീപമുള്ള പട്ടണം. എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് ഞങ്ങൾ 3 രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത്. തുടർന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് വിമാനത്തിൽ പോകണം. വിമാനം വിക്ടോറിയ ഫാൾസ് സിറ്റിയിലെ വിക്ടോറിയ ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് ഇറങ്ങി. വലിയൊരു എയർപോർട്ടൊന്നുമല്ല ഇത്. എന്നാൽ വിദേശങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പല എയർലൈനുകളും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്, 2 വർഷം മുൻപ്. അന്ന് സഞ്ചാരത്തിലൂടെ വിക്ടോറിയ ഫാൾസ് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണിച്ചതുമാണ്. ബോട്സ്വാനയുടെയും നമീബിയയുടെയും ഒക്കെ വ്യത്യസ്തമായ ദൃശ്യങ്ങളും സിംബാബ്വേയിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ പകർത്താത്ത ചില കാഴ്ചകളുമെല്ലാം ഇത്തവണ കാണാം. എയർ ഹോസ്റ്റസുമാർ തന്നെയാണ് വിമാനവാതിൽ തുറക്കുന്നത്. എത്യോപ്യൻ തനത് വസ്ത്രധാരിയായ യുവതി തുറന്ന വാതിലിലൂടെ ആദ്യ യാത്രക്കാരനായി ഞാൻ സിംബാബ്വേയിലേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. സിംബാബ്വേയിലേക്ക് വരാൻ നമ്മൾ ഇന്ത്യക്കാർ മുൻകൂട്ടി വിസ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇറങ്ങി $40 നൽകിയാൽ വിസ കിട്ടും. ഇവരെല്ലാം എന്റെ സംഘത്തിലുള്ളവരാണ്, സഞ്ചാരത്തിന്റെ ഗ്രൂപ്പിലെ യാത്രക്കാർ. ഞങ്ങൾ വിസ ഓൺ അറൈവൽ എടുത്തു. അതിന് കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് മാത്രം. പിന്നെ ലഗേജ് കളക്ട് ചെയ്തു. ഇനി കസ്റ്റംസ് പരിശോധനകൾ കൂടി കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങാം. എല്ലാവരുടെയും വിസയടിച്ചു കിട്ടുന്നതുവരെയുള്ള കാത്തുനിൽപ്പാണിത്. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ആ പ്രോസസ് എല്ലാം പൂർത്തിയായി. കസ്റ്റംസ് പരിശോധനയും കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ സഞ്ചാരത്തിന്റെ ലോക്കൽ ടൂർ ഗൈഡ് കാത്തുനിൽപ്പുണ്ട്. അദ്ദേഹം സഞ്ചാരത്തിന്റെ ബോർഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് വളരെ വിചിത്രമാണ്, ക്രൈഫേസ്. എനിക്കത് ആദ്യം മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു തന്നു, ക്രൈഫേസ് എന്നാൽ കരയുന്ന മുഖം. ആഫ്രിക്കയിൽ ഇങ്ങനെ വിചിത്രമായ പല പേരുകളുമുണ്ട്. 2013 ഒന്ന് പുതുക്കിപ്പണിത എയർപോർട്ടാണിത്. വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയ 1950കളിൽ സ്ഥാപിച്ച എയർപോർട്ടാണ്. ക്രൈഫേസ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ പുറത്തേക്ക് നയിച്ചു.
എമിഗ്രേഷൻ ക്ലിയറൻസ് ഉൾപ്പെടെ എയർപോർട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ ഏതാനും ആഫ്രിക്കൻ നർത്തകർ ഇവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. കയറിപ്പോകുന്ന ടൂറിസ്റ്റുകളെ യാത്രയാക്കാനും ഇറങ്ങി വരുന്നവരെ സ്വീകരിക്കാനും നൃത്തവും പാട്ടുമൊക്കെയായി അവരിങ്ങനെ രംഗം കൊഴുപ്പിക്കുന്നു. മുന്നിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ടിപ്പ് കൊടുക്കാം. അത് കൊടുക്കുന്നവരുണ്ട്. ടിപ്പ് കൊടുക്കാതെ പാട്ടും നൃത്തവും കണ്ടു നിൽക്കുന്നവരുമുണ്ട്. ചിലർക്ക് ഗോത്രപരിചയം കുന്തവും പിടിച്ച് നർത്തകർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനാവും താല്പര്യം. ഇവിടെ വന്നിറങ്ങുമ്പോഴേ ഒരു ആഫ്രിക്കൻ മൂഡ് സൃഷ്ടിക്കപ്പെടുകയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ചെറുതെങ്കിലും നല്ലൊരു എയർപോർട്ടാണ് വിക്ടോറിയ ഫാൾസിലേത്. പുറത്ത് ഞങ്ങൾക്കുള്ള ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെന്ന് കയറാം. ലഗേജ് എല്ലാം കയറ്റണം. അതാണ് ആദ്യത്തെ ഒരു ജോലി. നല്ലൊരു ബസ്സാണ്, വലിയൊരു ബസ്. എല്ലാവരുടെയും ലഗേജ് എടുക്കാൻ സ്റ്റാഫുണ്ട്. അവരതെല്ലാം കൃത്യമായി ചെയ്തുകൊള്ളും. ഞാനും ബസ്സിലേക്ക് കയറി. ക്രൈഫേസും കയറി വന്നു. ടൂർ ഗൈഡിൻ്റെതായ അനൗൺസ്മെന്റുകൾ തുടങ്ങാനായി ക്രൈഫേസ് ജാക്കറ്റൊക്കെ അണിഞ്ഞ് റെഡിയായി. ഡ്രൈവർ JP എന്നാണ് അറിയപ്പെടുന്നത്. സഞ്ചാരത്തിന്റെ ടൂർ മാനേജർ സമീൽ ക്രൈഫേസിന്റെ തൊട്ടടുത്ത സീറ്റിലുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. സംഘത്തിലുള്ള എല്ലാവരും തന്നെ സിംബാബ്വേയിലേക്ക് ആദ്യമായാണ് വരുന്നത്. എന്റെ രണ്ടാമത്തെ വരവാണ്. JP സഹൃദയനായ ഒരു ഡ്രൈവറാണ്. ചില ആഫ്രിക്കക്കാർക്ക് ക്യാമറ അത്ര ഇഷ്ടമാകാറില്ല. പക്ഷെ JPക്ക് അതിഷ്ടമാണ്. ആൾ ഇന്നാട്ടുകാരൻ തന്നെ. വിക്ടോറിയ ഫാൾസിലാണ് JP താമസിക്കുന്നത്. വിക്ടോറിയ ഫാൾസ് സിറ്റി എന്ന ചെറിയൊരു പട്ടണമുണ്ട്. അവിടേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണിത്. ഇതിന്റെ രണ്ടു വശവും വനമാണ്. ചെറിയ ഗോത്രഗ്രാമങ്ങളുമുണ്ട് ഈ വനത്തിനുള്ളിൽ. ഞങ്ങൾ ഈ പോകുന്നതിന്റെ എതിർദിശയിൽ പുറകോട്ട് പോയാൽ ഹരാരയിലേക്കെത്തും. സിംബാബ്വേയുടെ തലസ്ഥാന നഗരമാണ് ഹരാരെ. ഇവിടെ നിന്ന് റോഡ് മാർഗം 700 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. ആഫ്രിക്കൻ ഭൂപ്രകൃതിയുടെ പൊതുവെയുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. നിരന്ന വരണ്ട ഭൂമി, അധികം ഉയരമില്ലാത്ത മരങ്ങൾ. വിന്റർ അവസാനിക്കാറായ സമയമാണ് ഇപ്പോൾ. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന നാളുകൾ. വിന്റർ സമ്മറിന് വഴിമാറി തുടങ്ങുന്ന സമയം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് ഇവിടുത്തെ ശൈത്യകാലം. അപ്പോൾ മരങ്ങളിലെ ഇലച്ചാർത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന പോലുണ്ടാവും. ഈ സമയത്താണ് ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റുക. ആഫ്രിക്കൻ വനങ്ങളിൽ മൃഗങ്ങളെ സമൃദ്ധമായി കാണാനാവുന്നതിന്റെ ഒരു കാര്യം ഇവിടെ തിങ്ങി നിറഞ്ഞ മരങ്ങളില്ല എന്നതുകൂടിയാണ്. ബസ് വിക്ടോറിയ ഫാൾസ് സിറ്റിയോട് അടുത്തിരിക്കുന്നു. സിറ്റി എന്ന വിശേഷണമേയുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ അത്ര പോലും സൗകര്യമൊന്നും ഉണ്ടാവില്ല. വലിയൊരു പ്രദേശത്തങ്ങനെ പരന്നുകിടക്കുകയാണ് വിക്ടോറിയ ഫാൾസ് സിറ്റി. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളും ചിട്ടയുമൊക്കെയാണ് ഇവിടെയുള്ളത്. അന്നത്തെ അച്ചടക്കം പിന്തുടരുന്നവരും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമായ ഒരു ജനസമൂഹത്തെ ഇവിടെ നമുക്ക് കാണാം. നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്ന ആളുകൾ. ഇവിടെ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളെല്ലാം സുരക്ഷിതമായ ഇടങ്ങൾ തന്നെയാണ്. പ്രൊഫഷണലായ ടൂർ ഓപ്പറേറ്റേഴ്സും ടൂർ ഗൈഡുകളുമൊക്കെ ഉണ്ട് ഇവിടെ. നഗരത്തിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വനപ്രദേശത്തു കൂടി യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ ഒരു വനമാണെന്ന് തോന്നുന്നില്ലെന്നേയുള്ളൂ. ഇത്തരം വനത്തിനകത്താണ് ഇവിടുത്തെ ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം. JP അധികം സംസാരിക്കുന്നില്ലെങ്കിലും വളരെ ഒതുക്കത്തോടെ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹമാണ് അടുത്ത പല ദിവസങ്ങളിലും ഞങ്ങളെ പലയിടത്തേക്കും കൊണ്ടുപോവുക. ഇതെല്ലാം വനം തന്നെയാണ്. നല്ല നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളുമുള്ള പ്രദേശങ്ങളാണ് വിക്ടോറിയ ഫാൾസിന്റെ ചുറ്റുമുള്ളത്. ചില മരങ്ങളിൽ പക്ഷിക്കൂടുകൾ. മൈതാനത്തെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ.
വിക്ടോറിയ ഫാൾസിന് മുകളിലൂടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നവയാണ് അത്. വെള്ളച്ചാട്ടത്തിനും വനങ്ങൾക്കും മുകളിലൂടെ ഹെലികോപ്റ്റർ ടൂറുകൾ നടത്തുന്ന 3-4 കമ്പനികളുണ്ട് ഇവിടെ. 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ് എന്നിങ്ങനെ പല സമയദൈർഘ്യമുള്ള ടൂറുകളാണത്. ബസ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തുകയാണ്. എലിഫന്റ് ഹിൽസ് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. അടുത്ത 3 ദിവസം ഞങ്ങളുടെ താമസം ഇവിടെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ റിസോർട്ടുകളിൽ ഒന്നാണിത്. പടിപ്പുര കടന്ന് റിസോർട്ടിന്റെ കോമ്പൗണ്ടിനകത്തേക്കു കയറി. അതിവിശാലമായൊരു റിസോർട്ട്. വനത്തിന്റെ നടുവിലാണിത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കാട്ടുപന്നി, മാൻ തുടങ്ങിയ മൃഗങ്ങളൊക്കെ കയറി വരും. ചിലപ്പോൾ ആനകൾ പോലും. പകൽ സമയത്ത് കാണില്ലെങ്കിലും സന്ധ്യയാവുന്നതോടെയും പുലർക്കാലത്തുമെല്ലാം നിരവധി മൃഗങ്ങൾ കയറി വരാറുണ്ട്. അത് രസകരമായൊരു കാഴ്ചയാണ്. നമ്മൾ മുറിയിലിരിക്കുമ്പോൾ താഴെ മൃഗങ്ങളെ കാണാം. ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ റിസോർട്ടുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഹൗസ്ഫുള്ളായിരിക്കും. വളരെ മുൻകൂട്ടി മുറികൾ റിസർവ് ചെയ്തിടണം. 1993 ആരംഭിച്ച റിസോർട്ടാണ്. പുല്ലുമേഞ്ഞതുപോലെയുള്ള മേൽക്കൂരയൊക്കെയായി രസകരമാണ് സംവിധാനങ്ങൾ. ഗംഭീരമായ ഒരു ക്യാമ്പസ്. റിസോർട്ടിനു മുന്നിൽ ഞങ്ങൾ ബസ് ഇറങ്ങി. ദീർഘമായ യാത്രയായിരുന്നെങ്കിലും ആരും അധികം ക്ഷീണിച്ചിട്ടില്ല. എത്യോപ്യൻ എയർലൈൻസിലെ യാത്ര സുഖകരമായിരുന്നതാണ് കാരണം. ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പാതിരാത്രിയിൽ മുംബൈയിലെത്തി. അവിടെ നിന്നും പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ കയറി അഡിസ് അബാബയിൽ ഇറങ്ങി. അവിടെ നിന്നുമാണ് വിക്ടോറിയ ഫാൾസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 2 മണിയാകാറായിരിക്കുന്നു. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. മുറിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ലഞ്ച് കഴിക്കാമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അത് റെഡിയായിരിക്കുന്നുണ്ട്. റെസ്റ്റോറന്റിന്റെ മേൽക്കൂരയൊക്കെ രസകരമാണ്. ട്രഡീഷണൽ ശൈലിയിലുള്ള മേൽക്കൂര. എന്നാൽ മോഡേണായ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടിവിടെ. ട്രഡീഷണൽ രീതികളും മോഡേൺ സംവിധാനങ്ങളും സമ്മേളിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയാം. ബൊഫെ ലഞ്ചാണ്. വിഭവസമൃദ്ധമായ ലഞ്ച്. നോൺ വെജുകാർക്ക് ആഘോഷിക്കാം. അത്രയേറെ വൈവിധ്യമാർന്ന വിഭവങ്ങളുണ്ട്. വെജുകാർക്കുള്ളതും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും വെജും നോൺ വെജും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താനാവില്ല. ഇന്റർനാഷണൽ ട്രിപ്പുകളിൽ എപ്പോഴും നോൺ വെജിനായിരിക്കും പ്രാധാന്യം കൂടുതൽ. ഏറ്റവും വൈവിധ്യവും നോൺ വെജിലായിരിക്കുമല്ലോ, പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ. ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും റൂമിന്റെ കീ കിട്ടി. അവരവരുടെ മുറികളിലേക്ക് പോകാം. 1 മണിക്കൂർ ഒന്ന് വിശ്രമിക്കാം. ഞാൻ മുറിയിലേക്ക് ചെന്നു. 90കളിലെ മുറിയാണ്. വിശാലമായൊരു മുറി. മുറിയുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ രസകരമായ കാഴ്ചയാണ്. റിസോർട്ടിന്റെ പൂർണ്ണമായൊരു വീക്ഷണം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നു. കോഫി ഷോപ്പ്, ബാർ തുടങ്ങിയ സംവിധാനങ്ങൾ. താഴെ പൂൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ജോഗിങ്ങിനൊക്കെയുള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, കാട്ടുപന്നിയും മാനുമൊക്കെ അപ്രതീക്ഷിതമായി മുന്നിലേക്ക് കയറി വരാം. രസകരമാണ് സംവിധാനങ്ങൾ. ട്രഡീഷണൽ രീതികളെ ആധുനിക സംവിധാനങ്ങളുമായി കൃത്യമായി കൂട്ടിയിണക്കിയിരിക്കുന്നു. ഗംഭീരമായൊരു റിസോർട്ടാണ് എലിഫന്റ് ഹിൽസ്. അതിന്റെ കോമ്പൗണ്ടിനപ്പുറത്ത് നീണ്ടു പരന്നുകിടക്കുന്ന ആഫ്രിക്കൻ വനമാണ്. അതിനിടയിലൂടെ സാംബസി നദി ഒഴുകുന്നുമുണ്ട്. അതിവിടെ നിന്ന് വ്യക്തമായി കാണുന്നില്ലെന്നേയുള്ളൂ. മരങ്ങൾക്കിടയിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇടയ്ക്കെല്ലാം നദിയുടെ നീലപ്പരപ്പ് കാണാം. പൂളിൽ ഉച്ചകഴിഞ്ഞ നേരത്ത് ചില ആളുകൾ നീന്തുന്നു. അതിന്റെ ഓരത്തെ പുൽപ്പന്തലുകളുടെ ചുവട്ടിലുമുണ്ട് ആളുകൾ. അവർ ഭക്ഷണം കഴിക്കുകയോ ചെറുതായി മദ്യപിക്കുകയോ ആവാം. ചെറിയൊരു വിശ്രമത്തിനു ശേഷം ഞാൻ തിരികെ ലോബിയിലേക്കെത്തി. 4 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുറികളിൽ നിന്നും നമ്മുടെ ഗ്രൂപ്പിലെ ആളുകൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഇന്ന് വൈകുന്നേരം ഒരു ബോട്ട് ക്രൂസാണ് ഞങ്ങളുടെ പരിപാടി. സാംബസി നദിയിലൂടെ രസകരമായ ഒരു സൺസെറ്റ് ക്രൂസ്. ഇതെല്ലാം എൻ്റെ കൂടെയുള്ള സംഘാംഗങ്ങളാണ്. എല്ലാ പ്രായക്കാരുമുണ്ട്. അവരിങ്ങനെ ബസ്സിൽ കയറാനായി കാത്തിരിക്കുന്നു. മനോഹരമായ പരിസരം. ജപ്പാൻകാരും യൂറോപ്പിലുമൊക്കെയായി ധാരാളം വിദേശികളെത്തുന്ന റിസോർട്ട്. ഇത്തരം വണ്ടികളിൽ സായിപ്പ് ഈ വനങ്ങളിലൂടെയൊക്കെ കറങ്ങിയിരുന്നു ഒരു കാലത്ത്. ഞങ്ങളുടെ ബസ് ഇതാണ്.
ബോട്ട് ക്രൂസ് ആരംഭിക്കുന്ന ജെട്ടി വരെ ഈ ബസ്സിൽ വേണം പോകാൻ. 4 മണിയോടെ എല്ലാവരും എത്തി. ക്രൈഫേസ് കയറി വന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്നൊക്കെ ഒന്ന് വിശദീകരിച്ചു അദ്ദേഹം. എലിഫന്റ് ഹിൽസ് റിസോർട്ടിന്റെ മനോഹരമായ ക്യാമ്പസിലൂടെ ഞങ്ങൾ പുറത്തേക്ക് യാത്രയാവുകയാണ്. ബോട്ട് ജെട്ടിയിലേക്ക് ഇവിടെ നിന്ന് 10 മിനിറ്റിന്റെ യാത്രയേയുള്ളൂ. റിസോർട്ടിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. റിസോർട്ടിൽ കാണുന്ന പച്ചപ്പല്ല പുറത്ത്, വരണ്ട ഭൂമിയാണ്. ഇങ്ങനെയുള്ള വരണ്ട സമയത്താണ് ഇവിടുത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിലൊക്കെ ധാരാളം മൃഗങ്ങളെ കാണാനാവുക. അവ വെള്ളം തേടി നദീതീരത്തേക്കെല്ലാം എത്തുന്ന സമയമാണത്. ആഫ്രിക്കൻ വന്യമൃഗങ്ങളെ കാണാൻ ഈ സമയമാണ് ഏറ്റവും നല്ലത്. സാംബസി നദിയുടെ തീരം ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചാരം തുടർന്നു.